അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ചെയ്ത തെറ്റുകൾ അല്ലാഹു എനിക്ക് പൊറുതു തരുമോ? എൻ്റെ പാപങ്ങൾ അത്രയേറെ വലുതാണ്, ഇനി എനിക്ക് ഒരു മടക്കമുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നവനാണ്. എന്നാൽ ആ തെറ്റുകളിൽ വീണു പോകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കാൻ, നമുക്ക് മാപ്പ് തരാൻ കാത്തിരിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. അവനെ നാം വിളിക്കേണ്ടത് ഈ 4 പവിത്രമായ നാമങ്ങളാണ്: യാ ഗഫൂർ, യാ ഗഫൂർ, യാ ഗഫാർ, യാ അല്ലാഹ്. ഈ 4 ഇസ്മുകൾ ചേർത്ത് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. യാ ഗഫൂർ എന്ന് പറഞ്ഞാൽ ആദ്യമായി നമ്മൾ ഉച്ചരിക്കുന്ന യാ ഗഫൂർ എന്നാണ്. എന്നാൽ കേവലം മാപ്പ് നൽകുന്നവൻ മാത്രമല്ല അല്ലാഹു. ഒരു മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ കറകളെ അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായും മായ്ച്ചു കളയുന്നവനാണ് അവൻ. നാളെ പരലോകത്ത് അല്ലാഹു ആ തെറ്റിനെക്കുറിച്ച് ചോദിക്കുക പോലുമില്ല എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കടൽ തീരത്തെ മണലിൽ എഴുതിയ അക്ഷരങ്ങളെ തിരമാലകൾ എത്രത്തോളം മായ്ച്ചു കളയുന്നുണ്ടോ, അതുപോലെ നമ്മളെ ദോഷങ്ങളെയും പാപങ്ങളെയും അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. എന്നേക്കുമായി മായ്ച്ചു കളയുന്നത് പോലെ നമ്മുടെ തെറ്റുകളെ ഇല്ലാതാക്കുന്നവൻ. അതുകൊണ്ട് ഹൃദയം മുരുകി വിളിക്കുക, യാ ഗഫൂർ യാ അല്ലാഹ്. അതുപോലെ യാ ഗഫൂർ യാ ഗഫൂർ യാ അല്ലാഹ്. തെറ്റുകൾ എത്ര വലുതാണെങ്കിലും, അത് ആകാശത്തോളം മുട്ടുന്നതാണെങ്കിൽ പോലും ആത്മാർത്ഥമായി പശ്ചാത്താപിച്ച് മടങ്ങുന്നവനിക്ക് വീണ്ടും വീണ്ടും പാപമോചനം നൽകുന്നവനാണ് അവൻ. നീ എത്ര വലിയ തെറ്റ് ചെയ്തു എന്നല്ല അല്ലാഹു നോക്കുന്നത്, നീ എത്രത്തോളം ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് മടങ്ങി എന്നതാണ് അവൻ നോക്കുന്നത്. എൻ്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ യാ ഗഫാർ യാ അല്ലാഹ്. മൂന്നാമത്തേത്, കുറവുകളെയും തെറ്റുകളെയും ഈ ദുനിയാവിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്താതെ മറച്ചു പിടിക്കുന്നവനാണ് അല്ലാഹു. അവൻ നമ്മുടെ രഹസ്യമായ പാപങ്ങൾ ദുനിയാവിൽ അറിഞ്ഞിരുന്നെങ്കിൽ ആരും നമ്മെ സ്നേഹിക്കുകയില്ല. എന്നാൽ അല്ലാഹു നമ്മുടെ മാനത്തെ കാത്തു സൂക്ഷിക്കുന്നു, നമുക്ക് തിരുത്താൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്നു. അവനാണ് ഗഫാറായവൻ. യാ ഗഫാർ യാ അല്ലാഹ്. ഈ 3 ഇസ്മുകളും യാ അല്ലാഹ് എന്ന് കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ ദോഷങ്ങളും പാപങ്ങളും, പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് നിരാശയുടെ ഇരുട്ടിൽ കഴിയുന്നവർ ഉണ്ടെങ്കിൽ, ജീവിതം കൈവിട്ടുപോയി എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ, ഈ പവിത്രമായ നാമങ്ങൾ ചൊല്ലി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക. യാ ഗഫൂർ യാ ഗഫാർ യാ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ, ഞങ്ങളുടെ തെറ്റുകൾ നീ മായ്ച്ചു കളയണമേ, ഞങ്ങളെ നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അപ്പോൾ യാ ഗഫൂർ യാ ഗഫൂർ യാ ഗഫാർ യാ അല്ലാഹ്.
പവിത്രമായ അതിമഹത്തമായ മനോഹരമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുനാമങ്ങളാണ് ഇത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.